പുന്നമട കായലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിച്ച പ്രോൺസ് ആണ്. ഇത് ടൈഗർ പ്രോൺസ് ആണ്. യൂഷ്വലി നമ്മൾ ഈ ബ്ലൂ കളർ കാലുള്ള ടൈഗർ പ്രോൺസ് അല്ലല്ലോ കാണുന്നത്. കായലിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ ഇതേ കണക്ക് ബ്ലൂ കളർ ലെഗും പിന്നെ വിയർഡ് ലുക്കിംഗ് ആയിട്ടുള്ള പ്രോൺസ് ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുന്നമട കായലിലൂടെയുള്ള ശിക്കാര ബോട്ട് യാത്രയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കള്ള് ഷോപ്പിലാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ അവർ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ തരും. അവിടെ കരിമീനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വേറെ കുറേ മീനൊക്കെ ഐസിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചെമ്പല്ലിയായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചെമ്പല്ലിക്ക് 1000 രൂപയാണ്. പിന്നെ ആ 2 പ്രോൺസ് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമ്മൾ സെലക്ട് ചെയ്തതിന് കൊടുത്തതിന് ശേഷം അവർ ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ ഈ ആൻറ്റി ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്യുന്നത് കണ്ട് നിൽക്കാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയോ. പ്രാക്ടീസ് മേക്സ് മാൻസ് പെർഫെക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഡയലോഗൊക്കെ ഇവിടെ ഭയങ്കര ആപ്റ്റായി ഈ ആൻറ്റിയുടെ കാര്യത്തിൽ. പിന്നെ ഈ ഷാപ്പിൻ്റെ ബാക്കിൽ ഫുള്ള് വയലാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ വയലിലിറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ. ഇത്ര അടുത്തൊക്കെ ഞാനൊരു വയൽ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല കുറേ വീഡിയോസൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അവിടെ ഒരു 20 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്തുള്ളൂ. അപ്പോഴത്തേനും ഫുഡ് റെഡി ആയി. അത്രയും ഫാസ്റ്റ് ആയിട്ടോ അവർ കുക്ക് ചെയ്യുന്നതൊക്കെ. കയ്യിലോട്ട് ഈ ഫ്രൈ ചെയ്ത ഫിഷും ഈ പ്രോൺസൊക്കെ തന്നപ്പോൾ തന്നെ എന്ത് മണമായിരുന്നു എന്നറിയോ. അവർ നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മസാലയിൽ കുറേ നേരം മാരിനേറ്റ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഒന്നും ഒരു അഭാവവും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് കപ്പേൻ്റെ കൂടെ ഈ ഫിഷ് ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് പൊതുവേ ഈ കുഴഞ്ഞിരിക്കുന്ന കപ്പയില്ലേ, കപ്പ പുഴുക്ക്, അതാ കഴിക്കാൻ ഇഷ്ടം. പക്ഷേ ഇവിടെ കിട്ടുന്നത് ഈ പുഴുങ്ങിയിട്ട് ഇടിച്ച കണക്കുള്ളൊരു കപ്പയാണ്, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. ഫിഷ് ഫ്രൈൻ്റെ കൂടെ കഴിക്കാൻ നല്ലതായിരുന്നു. പിന്നെ ഈ പ്രോൺസും നല്ല രസമാണ്. എനിക്കെന്തോ അതിനകത്ത് ചേർത്തേക്കുന്ന മാരിനേഷൻ ഭയങ്കര ഇഷ്ടമായി. റെസിപ്പി ചോദിക്കേണ്ടായിരുന്നു. ചെമ്പല്ലി ഫ്രൈ കേട്ടോ എൻ്റെ തലേക്കാളും വലുതാണ്. ഞങ്ങൾ 3 പേരും കൂടെ കഷ്ടപ്പെട്ടിട്ടാട്ടോ അത് കഴിച്ചു തീർത്ത്. അത്രയും നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കള്ളു കുടിക്കാൻ മറന്നുപോയി. ലാസ്റ്റ് ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയതിന് ശേഷം അതിനകത്തിരുന്ന് ഒരു അപ്പം കള്ളു കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടായിരുന്നു എന്ന്. പിന്നെ പൊറോട്ടയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 എണ്ണം. സാധാരണ നമ്മൾ കാണുന്ന പൊറോട്ടയിൽ നിന്ന് ഇത് കുറച്ചുകൂടെ വലിയ പൊറോട്ടയാണ്. അതും ആ ഫിഷ് ഫ്രൈ ആയിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇവരിവിടെ ഗ്രേവി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ സുഖം തോന്നിയില്ല. ഫിഷ് ഫ്രൈ ആയിരുന്നു ഏറ്റവും നല്ലത്.